എല്ലാവർക്കും എൻ്റെ നല്ല നമസ്കാരം. നമ്മൾ സൈക്കോളജി എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ പ്രത്യേകതകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് ഇന്നും റെലവൻ്റ് ആണ് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി കാണും. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഈ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റ് ഏതൊക്കെ ഏരിയയിലാണ് വ്യാപിച്ചു കിടക്കുന്നത് എന്നുള്ളതാണ്. ഐ തിങ്ക് ഒരു 78 ബ്രാഞ്ചസ് എങ്കിലും സൈക്കോളജിയിൽ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഫസ്റ്റ് ഓഫ് ഓൾ, സൈക്കോളജിയിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഫസ്റ്റ് ബ്രാഞ്ച് ഓഫ് സൈക്കോളജിയിൽ കൗൺസിലിംഗ് സൈക്കോളജി അല്ലെ. നമ്മൾ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മളുടെ ലൈഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി റുട്ടീനിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഫാമിലി പ്രോബ്ലംസ് കൊണ്ടോ അല്ലെങ്കിൽ ഇക്കണോമിക് പ്രോബ്ലംസ് കൊണ്ടോ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ ആ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമുണ്ട്. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറുണ്ട്, പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അതിന് സൊല്യൂഷൻ നമ്മുടെ ചുറ്റിൽ തന്നെ ഉണ്ട്. സൈക്കോളജി അതിനെയാണ് അടിവരയിടുന്നത്. എന്താണ്, ഒന്നുകൂടെ പറയാം, പ്രശ്നങ്ങൾ എവിടെയുണ്ടോ അതിന് പരിഹാരം നമ്മുടെ ചുറ്റുപാടിൽ തന്നെ ഉണ്ട്. അതാണ് സൈക്കോളജിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കോഹ്ലർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ഒരു പരീക്ഷണം നടത്തി. സൈക്കോളജിക്കൽ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് എല്ലാം തന്നെ മൃഗങ്ങളിലാണ് നടത്തുന്നത്. മൃഗങ്ങളിൽ നടത്തിയിട്ടുള്ള പരീക്ഷണങ്ങളിൽ നിന്ന് കിട്ടുന്ന അതാണ് നമ്മളെ ഹ്യൂമൻ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നത്, അതിന്റെ ഇംപ്ലിക്കേഷൻസ്. ഓക്കെ, അപ്പൊ ഒരു ദിവസം വളരെയധികം വിശന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിമ്പാൻസിക്ക് ഒരു പേരുണ്ട്, സുൽത്താൻ. ആ സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസി വളരെയധികം വിശന്നിരിക്കുന്ന, നല്ല ഡ്രൈവ് ഉണ്ട് അതിന്, എങ്ങനെയെങ്കിലും വിശപ്പ് തീർക്കുക എന്നുള്ളത്. ഈ ഒരു സുൽത്താൻ എന്ന് പറയുന്ന ചിമ്പാൻസിയെയാണ് ഒരു മുറിയുടെ ഉള്ളില്, പുറത്തേക്കൊന്നും പോവാൻ പറ്റാത്ത ഒരു മുറിയുടെ ഉള്ളിൽ പൂട്ടിയിരിക്കുന്നത്. ആ ചിമ്പാൻസിക്ക് എന്തുണ്ടാവും, പ്രത്യേകിച്ച് അല്ലെ, കുരങ്ങന്മാരുടെ ഒരു സ്വഭാവം നിങ്ങൾക്ക് അറിയാലോ, ഓടുക, ചാടുക, മറിയുക അല്ലെ, പ്രത്യേകിച്ച് വിശപ്പും കൂടി ആവുക. ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം. അങ്ങനെ ഒരു മുറിയിൽ പൂട്ടിയിരിക്കുന്ന സുൽത്താൻ, ആരാണ് സുൽത്താൻ? ചിമ്പാൻസി അല്ലെ. ആ ചിമ്പാൻസിയെ മുറിയിൽ പൂട്ടിയിരിക്കുകയാണ്. അപ്പോ അതിനൊരു ഡ്രൈവ് ഉണ്ടെന്ന് പറഞ്ഞു, അതിന് വിശപ്പുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ ചിമ്പാൻസി ഒരുപാട് ഇറിറ്റേറ്റഡ് ആയിട്ട് അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു, ചുമരിമേ കയറുന്നു അല്ലെ, ചാടുന്നു, സൗണ്ട് ഉണ്ടാക്കുന്നു, ഭയങ്കര ഇറിറ്റേഷൻ ആണ്. പെട്ടെന്ന് ചിമ്പാൻസി ഇങ്ങനെ ഓടുന്നതിനിടയിൽ ചിമ്പാൻസിയുടെ ദൃഷ്ടി, സൈറ്റ് ആ റൂമിന്റെ ഒരു പോർഷനിലേക്ക് പോവുകയാണ്. ആ ഒരു പോർഷനിലേക്ക് പോകുമ്പോൾ അതേ അവിടെ കാണുന്നുണ്ടോ നിങ്ങൾ, അവിടെ എന്തുണ്ട്, ഒരു പഴക്കൊലയുണ്ട്. കണ്ടോ, ഒരു പഴക്കൊല, നല്ല പഴുത്തു തൊടുത്തൊരു പഴക്കൊലയുണ്ട് അവിടെ. ആ പഴക്കൊല ആരുടെ ദൃഷ്ടിയിൽ പതിഞ്ഞു? സുൽത്താൻ. ആരാണ് സുൽത്താൻ? ചിമ്പാൻസി. അങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ ഈ ഒരു പഴക്കൊല സുൽത്താൻ കണ്ടു. സുൽത്താന്റെ പ്രശ്നം എന്തായിരുന്നു? വിശപ്പ് അല്ലെ. അത് പരിഹരിക്കാനുള്ള ഓബ്ജക്റ്റ്, അത് പരിഹരിക്കാനുള്ള വസ്തു ആര് കണ്ടെത്തിയിരിക്കുന്നു? സുൽത്താൻ കണ്ടെത്തിയിരിക്കുന്നു. എങ്ങനെയാ കണ്ടെത്തിയിട്ടുള്ളത്? ഒബ്സർവേഷനിലൂടെ. അതാ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനുള്ള പരിഹാരം നിങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരിക്കും, നിങ്ങൾ കണ്ണു തുറന്ന് നോക്കാത്തത് കൊണ്ടാണ്. ഇവിടെ സുൽത്താൻ കണ്ടെത്തി. ഇനി സുൽത്താന്റെ ലക്ഷ്യം എന്തായിരിക്കും? അത് എങ്ങനെയെങ്കിലും താഴെ വീഴ്ത്തുക, ഭക്ഷിക്കുക, വിശപ്പ് മാറ്റുക. അതായിരിക്കുമല്ലോ സുൽത്താന്റെ ഏറ്റവും വലിയൊരു ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഓടി നടക്കുകയാണ്, കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സുൽത്താൻ. അപ്പോ സുൽത്താൻ ചാടി നോക്കി, കിട്ടുമോ? ഇല്ല, ഒത്തിരി ഉയരത്താ, കിട്ടിയില്ല. വീണ്ടും ഇറിറ്റേറ്റഡ് ആയി സൗണ്ട് ഉണ്ടാക്കുന്നു, ചാടുന്നു, കയറുന്നു, മറിയുന്നു. അങ്ങനെ ഓടി നടക്കുന്നതിനിടയിൽ ദേ അവിടെ കിടക്കുന്നു, കണ്ടോ നിങ്ങൾ, ഒരു വടി, നിലത്തൊരു വടിയുണ്ട്. സുൽത്താൻ ആദ്യം അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചപ്പോഴാണ് അത് കാണാൻ തുടങ്ങിയത്. അങ്ങനെയാണ് പ്രശ്നം സോൾവ് ചെയ്യണമെന്ന് നമുക്ക് കൂടെ ആഗ്രഹമുണ്ട്. ഇവിടെ സുൽത്താൻ ആഗ്രഹമുണ്ട്, എങ്ങനെ ഇല്ലാണ്ടിരിക്കുക, നല്ല വിശപ്പാ അല്ലെ. അപ്പൊ ആ വടിയെടുത്ത് സുൽത്താൻ മെല്ലെ ചാടി നോക്കി, ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. ഒരുപാട് ട്രൈ ചെയ്തു, അഗെയിൻ ആൻഡ് അഗെയിൻ, വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു, ഒരു രക്ഷയില്ല, കിട്ടുന്നില്ല. ആ വടി പിടിച്ചുകൊണ്ട് സുൽത്താൻ വീണ്ടും പരതുകയാണ്, ഓടി നടക്കുകയാണ്, ഒരുപാട് ഓടി. ഇതൊന്നും ഒരു സെക്കൻഡിൽ നടക്കുന്ന കാര്യമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓടി നടക്കുന്നതിനിടയിൽ സുൽത്താന്റെ ദൃഷ്ടി ദേ അവിടെ തന്നെ, ആ മുറിയിൽ തന്നെ, അവിടെ വേറൊരു സ്റ്റിക്ക്. സുൽത്താൻ ആ സ്റ്റിക്കും കൊണ്ട് ഓടി, പക്ഷെ കിട്ടുന്നില്ല. ആദ്യത്തെ സ്റ്റിക്കും ഈ സ്റ്റിക്കും ഒക്കെ ഒരേ ഹൈറ്റ് തന്നെയായിരുന്നു, ഒരു രക്ഷയില്ല. കുരങ്ങന്മാരാണ്, കയ്യിൽ കിട്ടിയത് അമ്മാനമാടുന്ന സ്വഭാവമുള്ള ആളുകളാണ് കുരങ്ങന്മാർ അല്ലേ. നിങ്ങൾ കുരങ്ങന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ.
ഇവരങ്ങനെ അമ്മാനമാടുന്നതിനിടയിൽ അറിയാതെ ബൈ ചാൻസിൽ ആ രണ്ട് വടികളും തമ്മിൽ കണക്റ്റഡ് ആയിപ്പോയി. ആ വടികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് രണ്ടും കൂടി പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റാവുന്ന ഹോളുള്ള രണ്ട് വടികളായിരുന്നു. ഇതൊന്നും കുരങ്ങനെ അറിയില്ല. അവർ ചെയ്തതിന് അബദ്ധവശാല് ബൈ ചാൻസിൽ കുടുങ്ങിപ്പോയതാണ്. അങ്ങനെ കുടുങ്ങി നമ്മളെ സുൽത്താൻ ചെന്നിട്ട് പഴമടിക്കാൻ നോക്കാൻ നോ രക്ഷ. ഒന്നും എത്തുന്നില്ല. ചാടി നോക്കി, എത്തുന്നില്ല. അലറി വിളിച്ചു, കിട്ടുന്നില്ല. സുൽത്താൻ ആ വടിയെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു ഒരുപാട് നോക്കി. ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ, നോ രക്ഷ. അവസാനം വീണ്ടും നോക്കുമ്പോ ഇതേപോലെ തന്നെ ആ മുറിയിൽ തന്നെ ഇതുപോലെ തന്നെ ഒരു വടിയും കൂടി കണ്ടു. അബദ്ധവശാൽ ഇതെടുത്ത് അമ്മാനമാടുന്നതിൽ ആ 3 വടിയും കണക്റ്റ് ആയി പോയി. സുൽത്താൻ അവിടെ ചെന്ന് പഴത്തിലേക്ക് ഒരൊറ്റ അടി 2-3 പഴം താഴോട്ട് വീണു. സുൽത്താൻ അതടിച്ചു കഴിച്ചു. വിശപ്പ് തൽക്കാലത്തേക്ക് മാറി. സുൽത്താൻ റെസ്റ്റ് എടുക്കുക. പറഞ്ഞു മനസ്സിലായത് നിങ്ങൾക്ക്? അപ്പോ ആ കഥയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നം അതിനുള്ള സൊല്യൂഷൻ നമ്മുടെ കാലടികളിൽ തന്നെ ഉണ്ടായിരുന്നു. സുൽത്താനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയായിരുന്നു. നിങ്ങളും അങ്ങനെ വിചാരിക്കാം. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലും മാറാൻ സാധിക്കാത്ത ടെൻഷനാന്നൊക്കെ നമ്മൾ പറയും. വേണ്ട, അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. ആ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. ആ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അപ്പൊ നമ്മൾ ചുറ്റുപാടുകളിൽ നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പൊ എന്തിന്റെ കുറവാ? ഒബ്സർവേഷന്റെ കുറവാ നമുക്കൊക്കെ. നമ്മൾ ചുറ്റുപാടിനെ സമഗ്രമായിട്ട് വീക്ഷിക്കണം. ഒബ്സർവ് ദ ഹോൾ കോൺഫിഗറേഷൻ. സമഗ്രമായിട്ട് ചുറ്റുപാടുകളെ നിരീക്ഷിക്കണം. സൊല്യൂഷൻ അവിടവിടങ്ങളിലായിട്ട് പതിഞ്ഞു കിടക്കുന്നുണ്ടാവും. ഇങ്ങോട്ട് സൊല്യൂഷൻ ഒരിക്കലും വരുമൊന്നുമില്ല. നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. ട്രൈ അഗൈൻ ആൻഡ് അഗൈൻ, വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. സുൽത്താൻ പ്രശ്നം തീർത്തത് കണ്ടല്ലോ. ഇനി ആ സുൽത്താനെ തന്നെ നിങ്ങൾ ഇത് വിശന്നിരിക്കുന്ന അവസ്ഥ, അന്നത്തെ ദിവസം പോട്ടെ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ആ റൂമിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേ സംഭവം കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തും സുൽത്താൻ. കാരണം ഒരു വട്ടം ചെയ്തു, എക്സ്പീരിയൻസാ. നമുക്കൊക്കെ പ്രശ്നം ഒരു വട്ടം തീർത്തു കഴിഞ്ഞാൽ പിന്നെ തോന്നും ഏത് പ്രശ്നങ്ങളിൽ കിടന്ന് അനുഭവിച്ച് അതൊക്കെ സോൾവ് ചെയ്തു പോകുന്ന ഒരാൾക്ക് പിന്നെ ഏത് പ്രശ്നം വന്നാലും അയാൾക്ക് അതൊരു വിഷയമല്ല. സുൽത്താനെ വീണ്ടും നിങ്ങൾ കൊണ്ടാക്കി കുറച്ചൊക്കെ സുൽത്താൻ ആദ്യം ഓടിയതുപോലെയൊന്നും സുൽത്താൻ ചെയ്യില്ല. പെട്ടെന്ന് കണക്ട് ചെയ്ത് പഴം അടിച്ചു വീഴ്ത്തും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താത്തതാണ് നമ്മുടെയൊക്കെ പ്രശ്നം. അത് നമ്മുടെ ചുറ്റുപാടിലുണ്ട്. അത് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നം അവിടെ പരിഹരിക്കപ്പെടും. ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കാതെ കൊണ്ടാണ്. അതുകൊണ്ട് മനസ്സിൽ എന്തെങ്കിലും വിഷമോ പ്രശ്നങ്ങളോ ഉള്ള ആളുകളുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള സുൽത്താന്റെ കഥ നിങ്ങളൊന്ന് ഇടയ്ക്ക് ഓർക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പരിഹാര മാർഗങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലൂടെ ആയിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ ബ്രദേഴ്സിലൂടെ ആയിരിക്കാം, പാരന്റ്സിലൂടെ ആയിരിക്കാം, ടീച്ചേഴ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഏതെങ്കിലും വ്യക്തികളിലൂടെയൊക്കെ ആയിരിക്കാം നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പോ ഞാൻ ഈ പറഞ്ഞു വന്നത്, പ്രശ്നങ്ങളാണല്ലോ ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം, അല്ലെ? പ്രശ്നങ്ങളാണ് പ്രശ്നം. ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള ഏറ്റവും നല്ലൊരു സബ്ജക്റ്റാണ് മനഃശാസ്ത്രം. അപ്പോൾ ആ മനഃശാസ്ത്രത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ ഇവിടെ നിർത്തുവാണ്, ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുവാണ്. കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.